തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെ വലിയ ഒരു ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. വീട്ടിൽ നിന്ന് സാധാരണ കാണിക്കാറുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ രോഗം കൂടുതൽ മുറിച്ചു, അവസ്ഥ കൂടുതൽ മോശമായി. ശ്വാസമെടുക്കാൻ തീരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഇവിടെ എത്തിച്ച് അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പലതവണ അദ്ദേഹം ചികിത്സ തേടിയതായിരുന്നു. പൂർണ്ണമായും തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് ഇതിനെയെല്ലാം അതിജീവിച്ചും അദ്ദേഹം സജീവമായിരുന്നു. പല പൊതുപരിപാടികളിലടക്കം പങ്കെടുക്കുകയും അവശതകളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുകയും ഏത് വിഷയത്തിലാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും പൊതുവിഷയങ്ങളാണെങ്കിലും എല്ലാം തന്നെ ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം അതിലെല്ലാം അഭിപ്രായം പറയുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരു അഭിപ്രായങ്ങളുണ്ടായിരുന്നു. വീണ്ടും മറികടക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന് കടനാടുള്ള വീട്ടിൽ വെച്ച് പെട്ടെന്ന് വീണ്ടും ഒരു ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ആ ശ്വാസതടസ്സം ഉണ്ടായപ്പോൾ തന്നെ സാധാരണ കാണിക്കാറുള്ള അല്ലെങ്കിൽ ചികിത്സ നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി. എന്നാൽ ഇതിനിടയിൽ പലതവണ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വന്നു. ഈ ശ്വാസതടസ്സം കൂടി വന്നു. അങ്ങനെ ആണ് താലൂക്ക് ആശുപത്രിയിൽ വേഗത്തിൽ അദ്ദേഹത്തെ എത്തിക്കേണ്ടി വന്നത്. അങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ വന്നു അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. ഈ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇനിയിപ്പോൾ മറ്റ് ബന്ധുക്കളെല്ലാം ശ്രീനിവാസനും വിനീസിനും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്ന ശേഷം വീട്ടിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഇപ്പോൾ ഉള്ളത്. ഏറെ വികാര നിർഭരമായ നിമിഷങ്ങളാണ്. കാരണം ശ്രീനിവാസൻ എന്ന ഒറ്റ പേര് കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ കാലം പിന്നിലേക്കാണ് പോകുന്നത്. എത്രയെത്ര സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. സന്ദേശവും വെള്ളാനകളുടെ നാടും ചിന്താവിഷ്ടയായ ശ്യാമളയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഊർന്നിറങ്ങും. ഉദയനാണു താരം, എങ്ങനെ മറക്കും ആ ചിത്രത്തിലെ ശ്രീനിവാസൻ്റെ വേഷത്തെ? ഒരുപക്ഷെ ഒരു നെഗറ്റീവ് റോളിനെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച് ആളുകളെ കൊണ്ട് ചിരിപ്പിച്ച് എത്ര സുന്ദരമായൊരു ചിത്രമായിരുന്നു അത്. അങ്ങനെ അഭിനയം കൊണ്ട്, എഴുത്തുകൊണ്ട്, മറുപടികൾ കൊണ്ട് ഒരു കാലത്തെ തീരുമാനിച്ച സിനിമക്കാരനാണ് ശ്രീനിവാസൻ എന്നെല്ലാവർക്കും അറിയാം. എത്ര സുന്ദരമായി കഥ പറഞ്ഞു പോയ ഒരാൾ, ചുറ്റും കാണുന്ന കാഴ്ചകൾ നമ്മുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രീനിവാസനെ കഴിഞ്ഞേ മറ്റൊരാൾ ഉണ്ടാകൂ. നോക്കൂ, മണിയൻപിള്ള രാജ് ശ്രീനിവാസനെ ഒരു സിനിമാക്കാരനായി, ഒരു തിരക്കഥാകൃത്തായി അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ആളായി, തൻ്റെ സിനിമകളിലേക്ക് വേണ്ടി കഥ എഴുതിയ ആളായി കണ്ടല്ല സംസാരിച്ചത്. എല്ലാം തുറന്നു പറയുന്ന, ഉള്ളിൽ വെച്ച് പെരുമാറാത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്ന വേദനയാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല, MT വാസുദേവൻ നായർക്കും പത്മരാജനും ശേഷം ഒരാൾ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനിവാസൻ്റെ എഴുത്താണ്, ശ്രീനിവാസൻ്റെ സിനിമകളാണ്, തിരക്കഥകളാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രമാത്രം പ്രാധാന്യമർഹിച്ചതായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഓർത്ത് പ്രതികരിക്കുന്ന ഓരോരുത്തരുടെയും ഭാഷ, ഓരോരുത്തരുടെയും പ്രതികരണം, അദ്ദേഹത്തിനു വേണ്ടി സംസാരിക്കുന്നവരുടെ മറുപടികൾ. നോക്കൂ, തീരെ വയ്യാതിരിക്കുമ്പോഴും സിനിമയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുതിയ ആപ് കൈസേ ഹോ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം എത്തി. അപ്പോൾ വയ്യായികയിലും സിനിമയെന്ന
ജീവിതത്തെ ചേർത്തു പിടിക്കാനായിരുന്നു ശ്രീനിവാസൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറഞ്ഞേ പോകൂ എന്ന് തീരുമാനിച്ച ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് വളർന്നു വന്ന ഒരാൾ പിന്നീട് ആ പാർട്ടിയെ നോക്കി തിരുത്തുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകില്ല എന്ന് തീരുമാനിച്ച ഒരു സിനിമ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, അദ്ദേഹം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ മലയാള സിനിമയെ. ഇത് ഒരു യുഗാന്ത്യമാണ്. മരിച്ചു പോകുമ്പോൾ ആ വിടവെങ്ങനെ നികത്തുമെന്ന ചോദ്യം പതിവാണ്. പക്ഷേ ഈ വിടവ് നികത്തുന്നത് എങ്ങനെ എന്ന ചോദ്യം പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ എക്കാലവും മലയാളിയുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത എത്രയോ കഥാപാത്രങ്ങളെ, എത്രയോ സിനിമകളെ സമ്മാനിച്ച ഒരു അതുല്യ കലാകാരൻ്റെ വിയോഗമാണ്. ആക്ഷേപഹാസ്യ ചിത്രങ്ങൾ മലയാളികൾക്ക് ഇതുപോലൊരാൾ വേറെ സമ്മാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നു തന്നെയാകും ഉത്തരം. അതേത് വിഷയമെടുത്താലും പറഞ്ഞു വയ്ക്കുന്ന രീതി, എഴുതിപ്പിടിപ്പിക്കുന്ന രീതി, അത് മലയാളിക്ക് സ്വീകാര്യമാകുന്ന അതേ രീതിയിൽ തന്നെ എഴുതി തുടർന്ന ഒരാളാണ് അദ്ദേഹം. സന്ദേശം എന്ന സിനിമയിലെ പല സീനുകളും ഈ പുതിയ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ പല സീനുകളും ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വെള്ളാനകളുടെ നാടാകട്ടെ, പട്ടണപ്രവേശമാകട്ടെ, വടക്ക് നോക്കി യന്ത്രമാകട്ടെ, ഏതായാലും മലയാളികൾക്ക് ഇത്രമേൽ ചേർത്തു പിടിക്കാൻ, ഏതു കാലത്തും കണ്ടിരിക്കാൻ കഴിയുന്ന സിനിമകൾ അത് ശ്രീനിവാസൻ്റേതാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവില്ല എന്നുറപ്പാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സൗഹൃദങ്ങൾ മണിയൻപിള്ള രാജു, പ്രിയദർശൻ, മോഹൻലാൽ, അങ്ങനെ എത്ര പേരായിരുന്നു അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് സജീവമാക്കിയെന്ന് ഓർക്കണം. തിരക്കഥാരചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ എന്ന് ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അഭിനയമോഹം നിലനിർത്താൻ നിങ്ങൾ എനിക്ക് തിരക്കഥ എഴുതി തരൂ, ഞാൻ നിങ്ങൾക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞ് എന്തായിരുന്നോ ശ്രീനിവാസന് വേണ്ടത് അത് കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് ഓരോ സിനിമകളായി ഇങ്ങനെ പുറത്തേക്ക് വന്നത്. അതാകട്ടെ വളരെ പെട്ടെന്ന് സീനുകൾ എഴുതി കൊടുക്കുന്ന ശീലമായിരുന്നു. അല്ലാതെ എല്ലാ കഥകളും പെട്ടെന്ന് ഒരുമിച്ച് എഴുതി കൊണ്ടുവന്ന് സിനിമയായി ചിത്രീകരിക്കുമ്പോൾ മാറി നിൽക്കുന്ന ഒരാളായിരുന്നില്ല ശ്രീനിവാസൻ. ഒരു സീൻ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സീൻ അതിമനോഹരമായി എഴുതുന്ന തിരക്കിലായിരിക്കും ശ്രീനിവാസൻ. എവിടെയോ കേട്ടിട്ടുണ്ട് ഈ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത് വളരെ പെട്ടെന്നായിരുന്നു എന്ന്. അങ്ങനെ ഓരോ സിനിമകളും ശ്രീനിവാസന്റെ സ്വാഭാവിക വഴക്കത്തിലേക്ക് ഓരോ കഥകളും, ഓരോ സിനിമകളും, ഓരോ സീനുകളും, ഓരോ നടന്മാരും വന്നു ചേരുകയായിരുന്നു. ശ്രീനിവാസനിലേക്ക് വന്നു ചേരുന്നവരായിരുന്നു ആ സിനിമയുടെ രൂപപ്പെടലായി മാറിയതൊക്കെ. എല്ലാ സിനിമകളും അങ്ങനെ തന്നെ. ശ്രീനിവാസൻ എന്ന അതുല്യ, ഹാസ്യമെങ്കിൽ ഹാസ്യം, ഗൗരവമേറിയ കഥാപാത്രങ്ങളെങ്കിൽ അങ്ങനെ എല്ലാം വഴങ്ങുമായിരുന്ന ഒരാൾ. ആ സ്ക്രീനിലെ ആ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ ആ പാട്ടും അഭിനയവും ഒരു സിനിമാ താരത്തിൻ്റെ ഒരു വിചിത്രമായൊരു ലോകം അതുകൂടി നമുക്ക് കാട്ടിത്തരുന്നു ശ്രീനിവാസൻ. ശരിയാണ്, എൻ്റെ സിനിമയാണ് എൻ്റെ സന്ദേശം. അതിൽ ആ സന്ദേശം എന്ന ചിത്രവും ഉണ്ടല്ലോ. ബീന റാണി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബീന റാണി പറയൂ. കൃഷ്ണരാജ്, അത്തരത്തിൽ നോക്കുമ്പോൾ ശ്രീനിവാസൻ ഒരു ഇതിഹാസം തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയത്ത് പല സിനിമകളിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നേരത്തെ ശ്രീ മണിയൻപിള്ള രാജു സൂചിപ്പിച്ചതുപോലെ വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അദ്ദേഹം വടക്കു നോക്കി യന്ത്രത്തിന്റെ തിരക്കഥ രചിക്കുന്ന തിരക്കിലായിരുന്നു. ഇദ്ദേഹം അക്കാലത്ത് ശ്രീനിവാസന്റെ സിനിമകൾക്ക് അത്തരത്തിൽ നിറയെ ആസ്വാദകരുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. സിനിമയിൽ അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട, അദ്ദേഹം സ്വന്തം ഇമേജിനെ കുറിച്ച് ഒരു കാലത്തും അദ്ദേഹം ബോധവാനായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകർഷതാബോധം അദ്ദേഹത്തിന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അത് എടുത്തു പറയാൻ കാര്യം,
വടക്കു നോക്കി യന്ത്രമായാലും അതിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള പല സംഭാഷണങ്ങളുമുണ്ട്. ഒപ്പം തന്നെ നാടോടിക്കാറ്റ് അതുപോലെയുള്ള മോഹൻലാലുമായി അഭിനയിച്ച പല സിനിമകളിലും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള പല സീനുകളുമുണ്ട്. ആ സീനുകളിൽ ഏത് സിനിമ എടുത്താലും അദ്ദേഹം എപ്പോഴും അതിലെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരിക്കും ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ഇമേജ് നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു തിളക്കം നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗാംഭീര്യം നോക്കുക, ഇതൊന്നും അദ്ദേഹത്തിന് ഒരു വിഷയമായിരുന്നില്ല. എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുത്തത്. നേരത്തെ സൂചിപ്പിച്ച അതിന്റെ ആ തിരക്കഥയുടെ ഒരു പ്രാധാന്യം എടുത്തു പറയുകയാണെങ്കിൽ, നാടോടിക്കാറ്റ് എന്ന സിനിമ എത്രത്തോളം പ്രേക്ഷകർ അംഗീകരിച്ചു, ഇല്ലെങ്കിൽ അതേ തുടർന്ന് വന്ന് അതുമായി ബന്ധപ്പെട്ട ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങളെയൊക്കെ ആളുകൾ എത്രത്തോളം നെഞ്ചിലേറ്റി എന്ന് നമുക്ക് അക്കാലഘട്ടത്തിലും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ജോലിയില്ലാത്ത രണ്ട് ചെറുപ്പക്കാർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അത് വളരെ സരസമായി എന്നാൽ അതിൽ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ അവതരിപ്പിച്ച സിനിമകളായിരുന്നു. അതോടൊപ്പം തന്നെയാണ് വരവേൽപ്പ് എന്ന സിനിമയും വെള്ളാനകളുടെ നാടും ചിന്താവിഷ്ടയായ ശ്യാമള, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ ഒരുപക്ഷെ ആ തിരക്കഥ എഴുതുന്ന ആളിന് അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളുമാണ് സിനിമയിലേക്ക് അത് സന്നിവേശിപ്പിക്കുന്നതെങ്കിൽ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരെ സമൂഹത്തിലോട്ട് തിരിഞ്ഞു നോക്കി നിന്നാണ് അദ്ദേഹം തിരക്കഥകൾ എഴുതിയതെന്ന് മനസ്സിലാക്കും. വടക്കു നോക്കി യന്ത്രത്തിലാണെങ്കിൽ തന്നെ ഒരു സംശയാലുവായ ഒരു ഭർത്താവ് എങ്ങനെ പെരുമാറുന്നു എന്നത് അതിൽ ആളുകൾ ചിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ മാനസിക പ്രശ്നങ്ങളെ എടുത്തു കാട്ടുന്ന സിനിമയായിരുന്നു. അതുപോലെ ഓരോ സിനിമ എടുത്തു നോക്കിയാലും നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സ്വന്തം ഇമേജ് ബീനാറാണി, അതായത് ഈ മലയാള സിനിമയിൽ ഒരു അത്ഭുത നടനാണല്ലോ മോഹൻലാൽ. ആ മോഹൻലാലിനൊപ്പമൊക്കെ കോംബോ സീനുകളിൽ പിടിച്ചു നിൽക്കാനാകുന്ന ഒരു നടനായി കൂടി നമ്മൾ ശ്രീനിവാസനെ കാണുന്നുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്നത് പോലെ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാലിനൊപ്പം ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ വലിയ ഹിറ്റായിരുന്നു. അത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു. അതിലൊരാളുടെ സാധാരണ മോഹൻലാൽ ചിത്രങ്ങൾ എടുത്താൽ മോഹൻലാലിന് അത്രയേറെ പ്രാധാന്യമുള്ള ചിത്രങ്ങളാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം വരും. അതേസമയം മോഹൻലാലും ശ്രീനിവാസനും കൂടി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും അത്രയധികം ഇല്ലെങ്കിൽ അത്രയധികം ഒരുപോലെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ഇമേജ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോഴും അത് ഏത് നടന്മാരോടൊപ്പം അഭിനയിക്കുമ്പോഴും തന്റെ കഥാപാത്രം എന്ന രീതിയിൽ അത് എത്രത്തോളം മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ഇല്ലെങ്കിൽ പരിഹസിക്കാൻ കാരണമാവുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം അതിനോട് നീതി പുലർത്തിയിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചാണ് ഈ രംഗത്തേക്ക് എത്തിയതെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ അദ്ദേഹം തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹിറ്റായ ചില തമിഴ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയിൽ ഏത് നടന്മാരോടൊപ്പവും ഏത് പുതുമുഖ നടന്മാരായാലും ഏത് ഗ്ലാമറസ് നടന്മാരായാലും ഏത് നടന്മാരും ഒപ്പവും പിടിച്ചു നിൽക്കുക എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒപ്പം പ്രാധാന്യമുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഭിനയത്തെക്കുറിച്ച് പറഞ്ഞാൽ, തിരക്കഥയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ടി വാസുദേവൻ നായരും ഒക്കെ അവരുടെയൊക്കെ രചനകളെ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള രചനകളാണ് ശ്രീനിവാസൻ കൊണ്ടുവന്നിട്ടുള്ളത്. എഴുത്തിനായി മാറി നടന്നില്ല, അദ്ദേഹം സിനിമയ്ക്കായി എഴുതുകയായിരുന്നു. അതാകട്ടെ ബീനാറാണി നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിലേക്ക് കണ്ണുനട്ട് അവിടെ കാണുന്ന കാഴ്ചകൾ എഴുതി ചേർത്ത് സിനിമകളാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചിത്രങ്ങളായി ശ്രീനിവാസന്റെ എഴുത്ത്, സിനിമകൾ ഒക്കെ മാറിയത്. എന്തൊരു കലാകാരനായിരുന്നു, എന്തൊരു അത്ഭുതമായിരുന്നു ശ്രീനിവാസൻ എന്ന സിനിമാക്കാരൻ. അത് ഇവിടെ തിരശീല വീഴുകയാണ്. ആ എഴുത്തിന്, ആ വരികൾക്ക്,
ആ അഭിനയ മികവിന് തിരശ്ശീല വീഴുകയാണ്. ഇനി ബാക്കിയുള്ളത് വലിയൊരു ആശ്വാസം അതാണ്. അദ്ദേഹം വിടവാങ്ങി പോകുമ്പോഴും ബാക്കിയുള്ളത് എല്ലാ കാലത്തും കാണാവുന്ന ചിത്രങ്ങളാണ് എന്നത് അദ്ദേഹത്തെ വരും കാലത്തിലും ഏറെ പ്രസക്തനായി തന്നെ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിന് തെളിവാണ്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.